ഹലോ മക്കളെ, നമ്മുടെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജീവൻ വൃത്തി തന്നിട്ട് അനുച്ഛേദിലിഖയം എന്ന ചോദ്യം. 4 മാർക്കിനാണ് ഈ ഒരു ചോദ്യം ഉണ്ടാവാറ്. നമുക്ക് നോക്കാം കഴിഞ്ഞ വർഷങ്ങളിൽ ഏതൊക്കെ അനുച്ഛേദമാണ് നമ്മളോട് ചോദിച്ചത്, ഏതൊക്കെ സാഹിത്യകാരന്മാരുടെ അല്ലെങ്കിൽ കവികളുടെ ലേഖകന്മാരുടെ അനുച്ഛേദമാണ് നമ്മളോട് ചോദിച്ചത്. നമുക്കൊന്ന് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്ത് നോക്കാം. കഴിഞ്ഞ കുറച്ച് വർഷം 2022, 23, അതുപോലെ 23, 24, 24, 25 വർഷങ്ങളിൽ ആനുവൽ എക്സാമിലും മോഡൽ എക്സാമിലും സെക്കൻഡ് ടൈം എക്സാമിലും ചോദിച്ചിട്ടുള്ളത് ആരൊക്കെ കുറിച്ചാണ് എന്നുള്ളതൊന്ന് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഇപ്രാവശ്യം സെക്കൻഡ് ടൈം എക്സാമിന് വരാൻ പോകുന്ന അനുച്ഛേദം ആരുടേതാണ് നമുക്കൊന്ന് പ്രിഡിക്റ്റ് ചെയ്ത് നോക്കാം. പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മറ്റൊരു കാര്യം കേട്ടോ, നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി കാൽക്കുലേറ്റർ പ്രൊഡിക്ഷൻ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഞാൻ പറയാൻ പോകുന്നത് ശരിയാകാം തെറ്റാകാം, അത് യാതൊരു എന്താ പറയുക കള്ളവുമില്ല ചതിവുമില്ല അല്ലേ, കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ പോലെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറയാൻ പോകുന്നത് പഠിച്ചിട്ട് പോകും കേട്ടോ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലായ കാര്യം എന്താണെന്ന് അറിയോ മക്കളെ, ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല, ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ അല്ലേ. ഇതിനൊരു ചികിത്സ ഇല്ല എന്ന് പറഞ്ഞില്ലേ തിലകൻ, അതാണ് അവസ്ഥ. കാരണം നോക്കൂ, റിപ്പീറ്റ് ചെയ്ത് വന്ന ആരെങ്കിലും ഉണ്ടോ? 2022, 23 അമൃത പ്രീതം, ഡോക്ടർ ജെ ബാബു, ഏകാന്ത് ശ്രീവാസ്തവ്. 2023, 24 കുംവർ നാരായൺ, ഹരിശങ്കർ പ്രസാദ്, ഡോക്ടർ ഭഗവത് ചരൺ അഗർവാൾ. ഓക്കെ, 6 പേര്. അടുത്തത് 2024, 25 ഡോക്ടർ ജെ ബാബു, ONV കുറുപ്പ്, മൈഥിലി ശരൺ ഗുപ്ത്. ഇപ്പോൾ ഡോക്ടർ ജെ ബാബു 2 തവണ വന്നിട്ടുണ്ട്, അതും മോഡൽ എക്സാമിനും ആനുവൽ എക്സാമിനുമാണ്. സെക്കൻഡ് ടൈം എക്സാമിൻ്റെ അവസ്ഥ നോക്കൂ, ഏകാന്ത് ശ്രീവാസ്തവ്, ഡോക്ടർ ഭഗവത് ചരൺ അഗർവാൾ, മൈഥിലി ശരൺ ഗുപ്ത്. ഇതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ ജെ ബാബു അവളുടെ സാധ്യത വളരെ കുറവാണ്. അതായത് ഇനി നടക്കാൻ പോകുന്ന സെക്കൻഡ് ടൈമിന് തൊട്ട് മുമ്പ് നടന്ന എക്സാമാണ് ഡോക്ടർ ജെ ബാബു ചോദിച്ചത് അല്ലേ. ഇപ്പോൾ നടക്കാൻ പോകുന്നത് അത് ഇവിടെയാണ്. ഇതിന് തൊട്ട് മുന്നേ നടന്ന എക്സാം ഏതാ, അത് 2024, 25 ആനുവൽ എക്സാമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഡോക്ടർ ജെ ബാബുവിൻ്റെ ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു എന്താ പറയുക, ഒരു കവി അല്ലെങ്കിൽ ഒരു ലേഖകൻ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ പുറത്തുനിന്നാവാം, നമ്മൾ പഠിക്കാത്ത ഒരാളെ കുറിച്ചാവാം, അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ മൈഥിലി ശരൺ ഗുപ്ത തന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഏകാന്ത് ശ്രീവാസ്തവ്. നമുക്ക് നോക്കാം, ഞാനിപ്പോൾ പറയുന്നു ഏകാന്ത് ശ്രീവാസ്തവ് കേട്ടോ. പഠിച്ചു വെച്ചോ, നിങ്ങൾക്ക് ആവശ്യം വരും. ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കിത് ഈ ഒരു ഫോർമാറ്റ് പഠിച്ചാൽ മതി കേട്ടോ. ഇത് മിക്കവാറും തെറ്റും. ഓക്കെ, കാരണം ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എങ്കിലും എൻ്റെ ഒരു മനസ്സിലൊരു ഇൻഡ്യൂഷൻ എന്നൊക്കെ പറയില്ലേ, ഏകാന്ത് ശ്രീവാസ്തവിൻ്റെ എന്താ പറയുക അനുച്ഛേദലിഖയം എന്ന ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. അത് എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചിട്ട് പോവുക. അതെന്തായാലും നിങ്ങൾ പഠിക്കും. ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് പഠിച്ചിട്ട് പോയാൽ മതി. നമുക്ക് എന്തായാലും ഏതൊരു ലേഖകൻ അല്ലെങ്കിൽ ലേഖിക, കവി അല്ലെങ്കിൽ കവയത്രിയെ കുറിച്ച് തരികയാണെങ്കിൽ ആ ഒരു ബോക്സ് തന്നിട്ടുണ്ടാവല്ലോ, പേരും ജനനവും അവാർഡുകളും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടാവല്ലോ. അത് ഇത്തരത്തിലൊന്ന് സെൻറ്റൻസ് ആക്കാൻ പഠിക്കുക, അത്രേ ഉള്ളൂ. ഹെഡിങ് എഴുതണം, സാഹിത്യകാരൻ്റെ പേര്, കവിയുടെ പേര് അല്ലെങ്കിൽ ലേഖകൻ്റെ പേര്, കവയത്രിയുടെ പേര് അല്ലെങ്കിൽ ലേഖികയുടെ പേര് നിങ്ങൾ എന്ത് ചെയ്യണം, ഹെഡിങ് ആയിട്ട് കൊടുക്കുക. പേര് എഴുതുന്നു, ഹിന്ദിക്ക് ജാനെ മാനെ ലേഖക് യാ കവി യാ കഹാനിക്കാർ ഹെ. ഈ പറഞ്ഞ ആള് അല്ലേ, ഷമീം ഹിന്ദിക്ക് ജാനെ മാനെ ലേഖക്, ഹിന്ദിയിൽ അറിയപ്പെടുന്ന, ജാനെ മാനെ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന, ലേഖക് ഹേ ലേഖകനാകുന്നു, കവി ഹേ കവിയാകുന്നു, കഹാനിക്കാർ ഹേ കഥാകാരനാകുന്നു. അദ്ദേഹം ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് അവർ തന്നിട്ടുണ്ടാവും. അത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് ഹേ എന്ന് എഴുതുന്നു അല്ലേ. പിന്നെ ജനിച്ച സ്ഥലവും അതുപോലെ വർഷവും എഴുതുന്നു. ഉൻകാ ജന്മ ഹുവാ ഥാ എന്ന് നമ്മൾ എഴുതുന്നു, അദ്ദേഹത്തിൻ്റെ ജന്മം അപ്പോഴാണ് സംഭവിച്ചത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രമുഖ കൃതികൾ ഇങ്ങനെ കോമേറ്റ് എഴുതുന്നു. എന്നിട്ട് ആദി ഉൻകെ പ്രമുഖ രചനായ ഹേ, ആദി ഉൻകെ പ്രമുഖ രചനായ ഹേ പ്രമുഖ കൃതികളാകുന്നു. അദ്ദേഹത്തിന് ലഭിച്ചുള്ള പുരസ്കാരങ്ങളുടെ പേര് എഴുതുന്നു. ഒരുപാട് പുരസ്കാരം ഇതേപോലെ കോമേറ്റ് ആദി എന്ന് എഴുതാം അല്ലേ. ആദി സേ വേ സമ്മാനിത് ഹേ, അദ്ദേഹം ആദരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവില്ല കേട്ടോ, മരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൊല്ലുക. ഓക്കെ, മരിച്ചിട്ടില്ലെങ്കിൽ വെറുതെ ചുമ്മാ അവിടെ ഡേറ്റ് ചെയ്തിട്ട് കൊല്ലാൻ നിൽക്കരുത്. യെസ്, അപ്പം മൃത്യു കി താരിഖ്, മരണപ്പെട്ട ഡേറ്റ് എഴുതുന്നു. കോ ഉൻകാ ദേഹാന്ത് ഹുവ, അന്ന് അദ്ദേഹം മരണപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രഡിക്ഷൻ. നല്ല പ്രഡിക്ഷൻ അല്ലേ. യെസ്, ഇതിലും മികച്ചത് സ്വപ്നങ്ങളിൽ മാത്രം, വേറെ ഒന്നും കൊണ്ടല്ല. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലുണ്ടെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അനുച്ഛേദം ഒരു കാരണവശാലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ഞാനൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, നിങ്ങൾക്കും പ്രെഡിക്റ്റ് ചെയ്യാം കേട്ടോ ആരത് വരും എന്നുള്ളത്. മിക്കവാറും പുറത്തുനിന്നായിരിക്കും, നമ്മൾ ഇതുവരെ എക്സ്പെക്ട് ചെയ്യാത്ത ഒന്നായിരിക്കും, പുതിയ ഒരാളായിരിക്കാം വരുന്നുണ്ടാവുക. അതാണ് ആക്ച്വലി എൻ്റെ പ്രഡിക്ഷൻ. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു സമാധാനം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിത് പറഞ്ഞുള്ളത്. ഏത്, യെസ്, നമ്മുടെ ഏകാന്ത് ശ്രീവാസ്തവിൻ്റെ അനുച്ഛേദലിഖയം എന്ന ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യണം, മാരത്തോൺ ഡിസ്കസ് ചെയ്യണം. എല്ലാവരും നാളെ നടക്കാൻ പോകുന്ന മാരത്തോൺ കറക്റ്റ് സമയത്ത് തന്നെ വരിക. നമുക്ക് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യണം. ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇനി വേണ്ട വീഡിയോസ് താഴെ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ ബൈ.